ഹലോ, എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇട്ടോ? ഞാനും ഇട്ടിട്ടോ ഇത്തവണ. ഇതെൻ്റെ രണ്ടാമത്തെ ആറ്റുകാൽ പൊങ്കാല. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇട്ടത്. കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇട്ടത്. കല്യാണ ശേഷമായിട്ടോ ഞാൻ പൊങ്കാലയൊക്കെ ഇടാൻ തുടങ്ങിയത്, അതായത് ആറ്റുകാൽ പൊങ്കാല. ഇവിടെ അമ്മയുടെ കൂടെയാണ് ഞാൻ പൊങ്കാല ഇട്ടത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കൂടെ. അമ്മ പണ്ടൊക്കെ പോയി ഇടുമായിരുന്നു, ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വീട്ടിലാക്കി. അങ്ങനെ പുണ്യാഹമൊക്കെ ഫുള്ള് തളിച്ച് അതിനുശേഷം ഞാൻ ചന്ദനം എടുത്ത് രണ്ട് കലത്തിലും പൂശി കലക്കുട്ടന്മാരെ സുന്ദരക്കുട്ടന്മാരാക്കി. ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങാൻ പോകുന്നത്, ഭക്തിസാന്ദ്രമായ ആറ്റുകാൽ പൊങ്കാല. നമ്മളവിടെ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈവ് ന്യൂസ്, മാതൃഭൂമി ന്യൂസ് കേട്ടോണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എപ്പോഴാണ് അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമല്ലോ. അതനുസരിച്ചാട്ടോ ഞങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്തൊക്കെ ഞങ്ങളുടെ ന്യൂസ് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 10:15 ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്നത്. അതായത് ആ സമയത്താണ് അവിടെ തീ കത്തിക്കുന്നത്. നമ്മളും അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ ചൂട്ടും കൊതുമ്പും ഒക്കെ റെഡിയാക്കി വെച്ചു. ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളം നമ്മുടെ കലത്തിൻ്റെ ഒരു 1/4 ഭാഗം വരെ ഒഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും അതേപോലെ തന്നെ കലത്തിന് 1/4 ഭാഗം വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു. പിന്നെ തീ കത്തിക്കാൻ സമയമായിട്ടോ. അവിടെ 10:15 തീ കത്തിച്ചപ്പോൾ ഞങ്ങളും ഇവിടെ അതേ സമയത്ത് കത്തിച്ചു. ഞങ്ങളുടെ വിളക്കിനാണ് ഞങ്ങൾ കത്തിച്ചത്. അമ്മ കത്തിച്ചു, അതിനുശേഷം ഞാനും കത്തിച്ചു. ഇനി അതിനുള്ള തയ്യാറെടുപ്പാട്ടോ, കാത്തിരിപ്പ്. ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ പൊങ്കാല ഇടാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അമ്പലത്തിൽ, അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ ഞാൻ സ്ഥിരമായിട്ട് പൊങ്കാല ഇടാറുണ്ടായിരുന്നു. ഞാൻ ഇട്ടില്ലെങ്കിലും അമ്മയുടെ കൂടെ പോയിരിക്കെങ്കിലും ചെയ്യായിരുന്നു ചെറുപ്പത്തിൽ തൊട്ട്. അതുകൊണ്ട് തന്നെ പൊങ്കാല എനിക്കൊരു പുതിയ കാര്യമല്ല, പുതിയൊരു അനുഭവമല്ല. ചെറുപ്പത്തിലൊക്കെ ഞാൻ അവിടെ വെറുതെ പോയിരുന്ന് കാഴ്ച കാണുമായിരുന്നു. അല്ലെങ്കിൽ പൊങ്കാല കഴിയാറാകുമ്പോൾ അവിടെ പോയി അമ്പലത്തിൽ നിന്നുള്ള പായസമൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ കുറച്ച് വലുതായപ്പോൾ നമ്മൾ പൊങ്കാല ഇടാൻ തുടങ്ങി. അതൊക്കെ ഒരു പ്രത്യേക വൈബാട്ടോ. അതായത് രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി അവിടെ വെച്ച് നമ്മൾ കലമൊക്കെ വൃത്തിയാക്കി അരിയൊക്കെ കഴുകി എല്ലാവരുടെയും കൂടെ ഇതൊക്കെ ചെയ്യുമ്പം അതും ഈ വെളുപ്പിനെ ഈ ചുട്ടും കൊതുമ്പും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ നാട്ടിൽ ഉള്ളപ്പോൾ ഞങ്ങൾ കാറിലായിരുന്നു പോകുന്നത്. അതിന് മുന്നേ അച്ഛൻ നാട്ടിൽ ഇല്ലാത്തപ്പോൾ നമ്മൾ നടന്നോ അല്ലെങ്കിൽ ഓട്ടോയിലോ ഒക്കെ ആയിരുന്നു. പണ്ടൊക്കെ നടന്ന് എൻ്റെ കുഞ്ഞിലേക്ക് ഞങ്ങൾ നടന്നായിരുന്നു കേട്ടോ പോകുന്നത്. നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. നമ്മുടെ വെള്ളം ചെറുതായിട്ട് തിളച്ചു തുടങ്ങി കേട്ടോ. എൻ്റെ തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മാരും എനിക്ക് എത്ര അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നി എനിക്ക്. അമ്മയുടെ വേഗം തിളച്ചു കേട്ടോ. എൻ്റെ തീ ഒരു അനുസരണയില്ലാത്ത തീയായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അത് ഇങ്ങോട്ട് പോകുന്ന രീതി, അതായത് ഈ സൈഡിൽ കൂട്ടി വെക്കുമ്പോൾ മറ്റേ സൈഡിൽ അത് കുറഞ്ഞു പോകും. ആ ഒരു രീതിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ കുറച്ച് തിളയ്ക്കാൻ താമസിച്ചത്. അമ്മയുടെ താമസിച്ചില്ല. അമ്മയുടെ കറക്റ്റായിട്ട് തിളച്ചു കണ്ടോ. അമ്മ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് അമ്മയുടെ തിളച്ച് കൂകി. ഇനി അധികം വൈകാതെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ കലവും തിളച്ച് തൂകി കേട്ടോ. ഈ പൊങ്കാലയുടെ ഈ പുകയുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും പുക അടിക്കില്ല. പക്ഷെ നമ്മൾ കുറേ പേരുടെ കൂടെ ഇടുമ്പോൾ സൂപ്പറാട്ടോ. നമ്മുടെ കണ്ണൊക്കെ എരിഞ്ഞിങ്ങനെ കത്തും. എൻ്റെ രാത്രി ആയപ്പോഴത്തേക്ക് മൊത്തത്തിൽ പണിയായി. രാത്രി ആയപ്പോഴത്തേക്ക് കണ്ണും മൊത്തം എരിഞ്ഞ് കണ്ണൊക്കെ വേർത്ത് കാല് വേദന, ദേഹാധികാരങ്ങാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഈ ചൂട്ടും കൊതുമ്പും ഞാനും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അത് അമ്മ വന്ന് ഇടയ്ക്കിടയ്ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. എൻ്റെ സാരി എങ്ങനെയുണ്ട് ഗൈസ്? അമ്മയുടെ സാരി ആട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ക്രോപ്പ് ടോപ്പ് ആട്ടിനോട് പെയർ ചെയ്തേക്കുന്നത്. നല്ല കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അല്ല, ഞാൻ ഈ സാരി തീരെ കംഫർട്ടബിൾ അല്ല. എനിക്കത് ഭയങ്കര വെയിറ്റ് ആയിട്ടും അതിൽ നടക്കാൻ പാട് എല്ലാം എനിക്ക് പാട്. എങ്ങനെയൊക്കെ എനിക്ക് ഊരിക്കളഞ്ഞോളാൻ വയ്യാതിരിക്കും. പക്ഷേ ഇത് ഒരുപാട് സമയം എടുത്തിട്ടാട്ടോ ഊരിക്കളഞ്ഞേ. ഇപ്പം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഞാൻ ഈ ഒരു കവറിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തു. ആദ്യം കുറച്ച് കൈ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കവറിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അമ്മ പറഞ്ഞേ. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ താഴെ വീഴും. കാരണം വേറൊരു സപ്പോർട്ട് ഇതിനില്ലല്ലോ. അതിനുശേഷം തേങ്ങയാണ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ അത്രയും തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2-3 പിടി തേങ്ങ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇളക്കണം. ഇനി നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടി തട്ടി ഇളക്കണം, അടി പിടിക്കരുത്. ആ രീതി നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നെയ്യാണ്. നെയ്യ് കുറച്ച് ലൂസായിരുന്നു, എന്നാലും നമ്മൾ ബാക്കിയൊന്ന് ലൂസാവാൻ വേണ്ടി അതിന് അടുത്ത് തന്നെ വെച്ചു, കുറച്ച് കഴിഞ്ഞിടാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത ചുക്കാട്ടോ ഇടുന്നത്. ഈ ചുക്കുമായിട്ട് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അതായത് ഞാൻ ചുക്ക് പൊട്ടിക്കാൻ നേരം ഞാൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ കടിച്ചു പൊട്ടിക്കാൻ നോക്കി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് കടിച്ചു പൊട്ടിക്കല്ലേ, ഇത് പൊങ്കാലയാണല്ലോ. പിന്നെ ഞാൻ അടുത്തിരുന്ന ഒരു ചെറിയ കമ്പ് ഒത്തു കുത്തി. എന്നോടാ കളിയല്ലേ ചുക്ക് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ചുക്കൊരു 1/2 സ്പൂൺ ഇട്ടാൽ മതിയാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ അതുപോലെ ഫോളോ ചെയ്തു. കാരണം ഞാൻ പൊങ്കാല അത്ര പ്രോ അല്ലല്ലോ, ഞാനൊരു ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്ത് ഒരു 1/2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം കൈകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അമ്മയ്ക്കും കൊടുത്തു.
പിന്നെ നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടോ. എനിക്ക് ഏലക്ക അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് പൊടിച്ചത് മാത്രമാണ് ഇട്ട് കൊടുത്തത്. അമ്മയ്ക്ക് എൻ്റെ തൊലിയും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ ചേർത്താണ് അമ്മ ഇട്ടത്. എനിക്കത് അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതത്ര ഇഷ്ടമല്ല. എനിക്ക് ബിരിയാണിയിലൊന്നും അങ്ങനെ ഏലക്ക കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ല, പായസത്തിൽ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനതെല്ലാം മാറ്റിയിട്ടാണ്, അപ്പോൾ അതിന് ഫുൾ ടേസ്റ്റ് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അതൊക്കെ മാറ്റിയിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ 2-3 പഴമൊക്കെ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ 2-3 പഴമൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞാൽ പതുക്കെ അരിഞ്ഞു കൊടുക്കാം. അമ്മ എന്നോട് അതെങ്ങനെ അരിയണം തൊലി കളയാതെ എന്ന് പറഞ്ഞു തരും കേട്ടോ. ഞാനിതിങ്ങനെ പതുക്കെ പതുക്കെ അരിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അമ്മയ്ക്ക് കൊടുത്തപ്പോഴും അമ്മ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ അരിയുന്നു. അത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ഓ ഇങ്ങനെയാണല്ലേ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കി കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കരുത്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ പൊങ്കാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴേ ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാൻ പാടില്ല. ഒരു 1:15 ഇത് ഇറക്കി വെക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് പൂജിക്കാൻ പറ്റൂ. അതേവരെ നമ്മൾ ഈ കലം ഇങ്ങനെ തന്നെ വെക്കുക. ഇതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഇത് ഇറക്കി പൂജിക്കാതൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നു കേട്ടോ. അമ്മയാണ് ഇപ്പോൾ ഇവിടെ കർപ്പൂരം വെച്ച് കൊടുക്കുന്നത്. എനിക്ക് കർപ്പൂരം കത്തിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, കൈ പൊള്ളുന്നു, പക്ഷെ അമ്മ അത് വേഗം ചെയ്തു. അതിനുശേഷം നമുക്ക് സമയമായി, അവിടെ പൂജയ്ക്കുള്ള സമയമായി. അമ്മ ദാ പൂവൊക്കെ എടുത്ത് പൂജിക്കുകയാണ്. ഞാൻ ആ സമയം കൊണ്ട് സാമ്പ്രാണി അത് കത്തിച്ച് ഞാനും പൂജിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവിക്ക് നമ്മൾ നമ്മുടെ പൊങ്കാല സമർപ്പിച്ചു. അതാണ് ഇത്തവണത്തെ ആറ്റുകാൽ വിശേഷം. ഇനി അടുത്ത തവണ നമുക്ക് അമ്പലത്തിൽ പോയി ഇടാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പുറത്ത് മിന്നും പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. അത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കുറച്ചൊക്കെ ക്ലിപ്പ് എടുത്തു, അതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ, 2 ദിവസം വൈകിട്ടാണെങ്കിലും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ പായസമൊക്കെ കഴിച്ചു. അടുത്ത വീട്ടിലൊക്കെ പായസം കൊടുത്തു. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. അതോടെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. ഇനി അടുത്ത പൊങ്കാലയ്ക്ക് ഇതേപോലെ വീണ്ടും വീഡിയോ എടുക്കാം. അത് അവിടെ ചെന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.